അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 6 തിങ്കളാഴ്ച. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണ സംവിധാനം ഉടച്ചു വാർക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളടക്കം അന്വേഷിക്കാൻ CBI വരട്ടെയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ കഴിയില്ലെന്നും വൻ ശക്തികൾ ഇതിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ക്ഷേത്രങ്ങളിൽ ഗൂഢസംഘങ്ങൾ വിളയാടുന്നുവെന്നും സമ്പന്നരായ ഭക്തരിൽ നിന്ന് സൂത്രപ്പണികളിലൂടെ പണം തട്ടുന്നുവെന്നും ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെട്ടതാണ് ഗൂഢസംഘങ്ങളെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. SNDP യോഗ മുഖമാസികയായ യോഗനാഥം എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഇന്നു മുതൽ നിയമസഭയിലും സർക്കാരിനെതിരെ ശക്തമായ ആയുധമാക്കാൻ പ്രതിപക്ഷം. വിശ്വാസ പ്രശ്നത്തിൽ സർക്കാരിനൊപ്പം നിന്ന വെള്ളാപ്പള്ളി നടേശനും UDFനെയും BJPയെയും പോലെ വിവാദത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമം വഴി വിശ്വാസ പ്രശ്നത്തിൽ സർക്കാരിനുണ്ടായ മേൽക്കൈയാണ് പുതിയ വിവാദത്തിൽ നഷ്ടമാകുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്നും എല്ലാവരെയും ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യട്ടെയെന്നും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. താൻ ദേവസ്വം പ്രസിഡന്റായിരിക്കെ ശബരിമലയിലെ ഒരു തരി പൊന്നുപോലും പോയിട്ടില്ലെന്നും പോകാൻ അനുവദിച്ചിട്ടില്ലെന്നും ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും പത്മകുമാർ വ്യക്തമാക്കി. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലും പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് ദാരുശില്പി നന്ദകുമാർ എളവള്ളിയുടെ വെളിപ്പെടുത്തൽ. ശബരിമല തന്ത്രി ഇടപെട്ടതോടെയാണ് പ്രദർശനം നടക്കാതെ പോയതെന്നും പ്രദർശിപ്പിക്കുന്നത് ആചാരലംഘനമാണെന്ന് തന്ത്രി അറിയിക്കുകയായിരുന്നുവെന്നും ഈ സമയം താൻ ജാലഹള്ളിയിലുണ്ടായിരുന്നുവെന്നും നന്ദകുമാർ പറഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ വിജയ് മല്യയുടെ ഗ്രൂപ്പ് പൊതിഞ്ഞത് സ്വർണ്ണത്തകിട് ഉപയോഗിച്ചാണെന്ന വെളിപ്പെടുത്തലുമായി മാധ്യമപ്രവർത്തകൻ വേണു മാധവൻ. 1999 ശില്പങ്ങളിൽ സ്വർണം പൊതിയുമ്പോൾ വേണു മാധവൻ സന്നിധാനത്തുണ്ടായിരുന്നു. ശില്പത്തിൽ UB ഗ്രൂപ്പ് സ്വർണം പൂശിയതെന്ന വാദം തെറ്റാണെന്നും വേണുമാധവൻ പറഞ്ഞു. ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ നിർമ്മിച്ചത് ബംഗളൂരുവിലാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നേതൃത്വം നൽകിയതെന്നും ദാരുശില്പി നന്ദകുമാർ എളവള്ളി. ബംഗളൂരു സ്വദേശി അജികുമാറാണ് വാതിൽ പണിയുന്നതിനുള്ള 1 ലക്ഷം രൂപ സംഭാവനയായി നൽകിയതെന്നും ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രിയാണ് വാതിൽ നിർമ്മാണം ആദ്യമായി ആവശ്യപ്പെടുന്നതെന്നും അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ബന്ധപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസും CPMും കേരളത്തിൽ നടത്തിവരുന്ന ക്ഷേത്ര കൊള്ളകൾ അവസാനിപ്പിക്കാൻ സമയമായെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഭരണം കൈയാളിപ്പോരുന്ന കോൺഗ്രസും CPMും കാലാകാലമായി ഇന്നാട്ടിലെ ദരിദ്രരിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും കർഷകരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും ബിസിനസ്സുകാരിൽ നിന്നുമെല്ലാം നിരന്തരം കൊള്ള നടത്തി വരികയാണ്. ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം സർക്കാരിൽ നിക്ഷിപ്തമാക്കി നിലനിർത്തുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു. ശബരിമലയിൽ വിശ്വാസികളുടെ കാണിക്ക വരെ അടിച്ചുമാറ്റുന്ന ദേവസ്വം ബോർഡും സർക്കാരും വിശ്വാസികളുടെ പണം ദുർവിനിയോഗം ചെയ്താണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. അയ്യപ്പ സംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ച ധൂർത്തിന് 3 കോടി രൂപയാണ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് ദേവസ്വം ബോർഡ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡ് 1 പൈസ പോലും ചെലവാക്കില്ല എന്നും സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്നുമായിരുന്നു സർക്കാരിന്റെയും ബോർഡിന്റെയും വീരവാദം. 8.2 കോടി രൂപയാണ് മൊത്തം നൽകാനുള്ളത് എന്നാണ് വിവരമെന്നും അയ്യപ്പ സംഗമം പൊളിഞ്ഞുപോയ സ്ഥിതിക്ക് മുഴുവൻ പണവും ദേവസ്വം ബോർഡിന്റെ അക്കൌണ്ടിൽ നിന്ന് തന്നെ പോകുമെന്നത് ഉറപ്പാണെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ശബരിമലയിൽ ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒക്ടോബർ 22 കേരളത്തിലെത്തും. തുലാമാസ പൂജയുടെ അവസാന ദിവസമാണ് രാഷ്ട്രപതി എത്തുന്നത്. അന്ന് രാത്രി തന്നെ മലയിറങ്ങി തിരുവനന്തപുരത്തെത്തും. ഒക്ടോബർ 22 മുതൽ 24 വരെ രാഷ്ട്രപതി കേരളത്തിലുണ്ടാകും.
പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. പെൺകുട്ടിക്ക് കൃത്യമായി ചികിത്സ ലഭിച്ചിരുന്നുവെന്നും സെപ്റ്റംബർ 30-ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കൈയിലെ രക്തയോട്ടം നിലച്ചിരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. പാലക്കാട് ഡിഎംഒ നിയോഗിച്ച 2 ഡോക്ടർമാരാണ് സംഭവം അന്വേഷിച്ചത്. 2 ദശാബ്ദം മുൻപ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം തനിക്ക് ലഭിച്ചപ്പോൾ ആഘോഷങ്ങളോ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആദരം മോഹൻലാൽ ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിലായിരുന്നു അടൂരിന്റെ പരാമർശം. ആദ്യമായി ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. മോഹൻലാലിന് ദേശീയ പുരസ്കാരം കിട്ടിയതിൽ സന്തോഷിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങളെ അഭിനന്ദിക്കുന്നത് നല്ലതു തന്നെയാണെന്നും എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചതെന്നും കെ.സി. വേണുഗോപാൽ MP. മോഹൻലാലിന്റെ ചടങ്ങായതിനാൽ ഞങ്ങൾ അത് വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഘാടകരാണ് തീരുമാനിക്കേണ്ടത് മോഹൻലാലിനെ സംഘടിത താൽപര്യത്തിനു വേണ്ടി ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളതെന്നും അത് സംഘാടകരുടെ കുഴപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെ ചേർത്ത് പിടിച്ചാണ് ലീഗ് മുന്നോട്ട് പോകുന്നതെന്നും ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും RSSന് നൽകുന്നതിന് തുല്യമാണെന്നും ഡോക്ടർ പി. സരിൻ. മുസ്ലിം ലീഗ് സമം മുസ്ലിം എന്നാണ് പ്രചരിപ്പിക്കുന്നതെന്നും അതേപോലെ BJP സമം ഹിന്ദു എന്ന് BJPക്കാരും പ്രചരിപ്പിക്കുന്നുവെന്നും BJPക്കാർക്ക് വളരാനുള്ള സാഹചര്യം ലീഗ് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നും സരിൻ കുറ്റപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അപ്രതീക്ഷിതമായി വന്ന ഒഴിവാണെന്നും ചർച്ചകൾ നടക്കുന്നുവെന്നും ഷാഫി പറമ്പിൽ MP. അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ വൈകുന്നത് യൂത്ത് കോൺഗ്രസ് സമരങ്ങളെ ബാധിച്ചിട്ടില്ല. പ്രഖ്യാപനം ഏറെ വൈകാതെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്ന് വാർത്തകൾ പുറത്തുവന്നിരുന്നുവെങ്കിലും ഇതുവരെയും തീരുമാനമായിട്ടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധിയെന്ന് റിപ്പോർട്ട്. ബുധനാഴ്ച വരെ കാത്തിരിക്കുമെന്നും അതിനുള്ളിൽ തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ കുടിശ്ശിക ഭാഗികമായെങ്കിലും തീർക്കണമെന്നും ഉപകരണ വിതരണക്കാർ പറയുന്നു. 10 കോടി രൂപയെങ്കിലും കുടിശ്ശിക തീർക്കണം, അല്ലെങ്കിൽ ബുധനാഴ്ചയ്ക്ക് ശേഷം സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്നും വിതരണക്കാർ പറയുന്നു. തിരുവോണം ബമ്പറടിച്ച ഭാഗ്യശാലി എറണാകുളം നെട്ടൂർ സ്വദേശിയായ സ്ത്രീയെന്ന് ഏജന്റ്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പുകൾക്കെല്ലാം ഒടുവിൽ തിരുവോണം ബമ്പർ ഭാഗ്യശാലി 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് ഏജന്റ് ലതീഷ് അറിയിച്ചിരുന്നു. എന്നാൽ അവർക്കതിന് താൽപര്യമില്ലെന്ന വിവരമാണ് പിന്നീട് പുറത്തുവന്നത്. 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നിർണയിക്കാൻ നടനും സംവിധായകനുമായ പ്രകാശ് രാജിനെ ജൂറി ചെയർമാനായി നിയമിച്ചു. സംവിധായകരായ രഞ്ജൻ പ്രമോദ്, ജിബു ജേക്കബ് എന്നിവർ പ്രാഥമിക വിധി നിർണയ സമിതിയിലെ 2 സബ് കമ്മിറ്റികളുടെ ചെയർപേഴ്സൺമാരാണ്. ഇരുവരും അന്തിമ വിധി നിർണയ സമിതിയിലെ അംഗങ്ങളുമായിരിക്കും. CMRL എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA. അന്വേഷണ ആവശ്യം തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 7 പേർക്കെതിരെ നൽകിയ പരാതി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് മാത്യു കുഴൽനാടൻ MLA ഹൈക്കോടതിയെ സമീപിച്ചത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി പേവിഷബാധയെ തുടർന്ന് മരിച്ച വീട്ടമ്മയുടെ കുടുംബം. പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിലും മുറിവുകളിൽ കൃത്യമായി ഇമ്മ്യൂണോ ഗ്ലോബുലിൻ കുത്തിവയ്ക്കുന്നതിലും വീഴ്ച വന്നുവെന്നാണ് പരാതി. ശക്തമായ നിയമ നടപടിക്കൊരുങ്ങുകയാണ് മരിച്ച മണ്ണാറമല സ്വദേശി കൃഷ്ണമ്മ മോഹന്റെ കുടുംബം. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. E. സന്തോഷ് കുമാറാണ് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. KSRTC ബസിന്റെ മുൻവശത്ത് പ്ലാസ്റ്റിക് കുപ്പി കൂട്ടിയിട്ട സംഭവത്തിൽ പൊൻകുന്നം ഡിപ്പോയിലെ ഡ്രൈവർക്ക് സ്ഥലം മാറ്റം. ഡ്രൈവർ ജെയ്മോൻ ജോസഫിനെ പുതുക്കാടേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഗതാഗത മന്ത്രി ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരെ ശാസിച്ചിരുന്നു. വെഹിക്കിൾ സൂപ്പർവൈസറുടെ ചുമതലയുള്ള ഡ്രൈവറെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. KSRTC ബസിനകത്ത് പ്ലാസ്റ്റിക് കുപ്പിയിട്ടാൽ നടപടിയെടുക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ആരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതി മെനക്കെടേണ്ട ആവശ്യമില്ലെന്നും ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ നടപടിയെടുത്തിരിക്കുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു.
തിരഞ്ഞെടുപ്പ് നടപടികളിൽ 17 പുതിയ പരിഷ്കാരങ്ങളുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പുതിയ നടപടികൾ പ്രഖ്യാപിച്ചത്. ഭാവിയിൽ രാജ്യവ്യാപകമായി നടപ്പാക്കാനുള്ളതാണ് ഈ പദ്ധതികളെന്നും കമ്മീഷൻ അറിയിച്ചു. ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. മരിച്ച ഭൂരിഭാഗം കുട്ടികളെയും പരിശോധിച്ച ക്ലിനിക്കിലെ ഡോക്ടർ പ്രവീൺ സോണിയാണ് അറസ്റ്റിലായത്. മധ്യപ്രദേശിൽ മാത്രം 11 കുട്ടികളാണ് ഇതുവരെ മരിച്ചത്. ഡോക്ടർ പ്രവീൺ സോണി മരണകാരിയായ കോൾഡ്രിഫ് സിറപ്പ് കുട്ടികൾക്ക് എഴുതി നൽകിയെന്നാണ് പോലീസ് പറയുന്നത്. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് കോൾഡ്രിഫ് സിറപ്പ് ഉൽപ്പാദിപ്പിച്ചത്. ചുമയ്ക്കുള്ള സിറപ്പ് കഴിച്ച നിരവധി കുട്ടികൾ മരിച്ച സംഭവത്തിൽ ദുരൂഹത അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി മരിച്ച 2 വയസ്സുകാരുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. മധ്യപ്രദേശിലെ ചിന്ദ്വാരയിലാണ് മരുന്ന് കഴിച്ച മരിച്ച കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തത്. ചുമ സിറപ്പ് കഴിച്ച് ദിവസങ്ങൾക്കകം വൃക്കകൾക്ക് തകരാറ് സംഭവിച്ച് മരിച്ച കുട്ടികളിൽ ഒരാളാണ് 2 വയസ്സുകാരി. രാജസ്ഥാനിലെ ജയ്പൂരിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 6 വയസ്സുകാരൻ മരിച്ചു. ചുരു സ്വദേശിയായ അനസാണ് മരിച്ചത്. ജയ്പൂരിലെ JK ലോൺ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. കുഞ്ഞിന് വീട്ടിൽ വച്ച് ചുമയ്ക്കുള്ള മരുന്ന് നൽകിയിരുന്നതായും ഇതാണോ മരണകാരണമെന്ന് സംശയിക്കുന്നുവെന്നും കുടുംബം പ്രതികരിച്ചു. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. നീളം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുവെന്നാരോപിച്ച് മോഡലുകളെ ഭീഷണിപ്പെടുത്തി ഉത്തരാഖണ്ഡിലെ രാഷ്ട്രീയ ഹിന്ദുശക്തി സംഘാതൻ എന്ന സംഘടന. ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ സൗന്ദര്യ മത്സരത്തിനായുള്ള റിഹേഴ്സലിനിടെയാണ് മോഡലുകളെ സംഘം ചേർന്ന് തടഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രാഘവേന്ദ്ര ഭട്നാഗറിന്റെ നേതൃത്വത്തിലെത്തിയവരാണ് മോഡലുകളെ ഭീഷണിപ്പെടുത്തിയത്. ദുർഗാപൂജ വിഗ്രഹ നിമജ്ജനത്തിനിടെയുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ഒഡീഷയിലെ കട്ടക്കിൽ ഇന്നലെയും സംഘർഷാവസ്ഥ തുടരുന്നു. നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനും സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കാനും അധികൃതർ തീരുമാനിച്ചു. ക്രമസമാധാന പാലനത്തിൽ ഭരണകൂടം പൂർണ്ണ പരാജയമാണെന്നാരോപിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്ന് 12 മണിക്കൂർ ബന്ദ് പ്രഖ്യാപിച്ചു. ദുർഗാ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് ഹൈദരാബാദിലെ പള്ളികൾ വെള്ളത്തുണി ഉപയോഗിച്ച് മറച്ച് പള്ളി അധികൃതർ. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനാണ് നടപടിയെന്നാണ് വിശദീകരണം. സെപ്റ്റംബറിൽ ഹൈദരാബാദിലെ ഗണേശ വിഗ്രഹ നിമജ്ജനത്തിന് മുന്നോടിയായും പള്ളികൾ മൂടിയിരുന്നു. ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ഒക്ടോബർ 10 ലഭിക്കുമെന്ന് അസം മുഖ്യമന്ത്രി. ഫലം വന്നതിനു ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗോസ്വാമിയുടെ മൊഴി മാത്രമാണ് വിഷം നൽകിയേക്കാം എന്നത്. എന്നാൽ പോലീസ് ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ജോൺപൂരിൽ മതത്തിന്റെ പേരിൽ യുവതിക്ക് ചികിത്സ നിഷേധിച്ചെന്ന് ആരോപണം. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ പ്രസവം നടത്താൻ വിസമ്മതിച്ചുവെന്ന് യുവതിയും ഭർത്താവും ആരോപിച്ചു. ഷമ പർവീൻ എന്ന സ്ത്രീയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ഒക്ടോബർ 2 സംഭവമെന്ന് പറയുന്നു. മുസ്ലിം രോഗികളെ ചികിത്സിക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞതായി ഇവർ പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള അതിർത്തിയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് 6 ട്രക്ക് ഘടിപ്പിച്ച AK-630 സംവിധാനങ്ങൾ വാങ്ങാൻ ഇന്ത്യൻ സൈന്യം പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് സൈന്യം പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. ലഡാക്ക് വെടിവയ്പിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ജയിലിൽ നിന്ന് സന്ദേശവുമായി സോനം വാങ്ചുക്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ താൻ ജയിലിൽ തുടരുമെന്ന് സോനം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം സോനത്തെ അഭിഭാഷകനും സഹോദരനും ജയിലിൽ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സന്ദേശം പങ്കുവച്ചത്. ദീപാവലിക്ക് മുന്നോടിയായി നിരോധിത പടക്കങ്ങൾക്കെതിരെ ക്യാമ്പയിൻ ആരംഭിച്ച് ഡൽഹി ക്രൈംബ്രാഞ്ച്. ഇതിന്റെ ഭാഗമായുള്ള ഓപ്പറേഷനിൽ ദില്ലിയിൽ 1645 കിലോഗ്രാം അനധികൃത പടക്കങ്ങൾ പിടിച്ചെടുത്തു. ദില്ലിയിലെ വിവിധ പ്രദേശങ്ങളിൽ ക്രൈംബ്രാഞ്ച് തുടർച്ചയായി റെയ്ഡുകൾ നടത്തിയതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തെരച്ചിൽ നടത്തിയതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യ എന്ന വീടിന്റെ ഒരു മുറിയാണ് പാക് അധിനിവേശ കശ്മീർ എന്ന് RSS മേധാവി മോഹൻ ഭാഗവത്.
ആ മുറിയിൽ അന്യരാണ് താമസിക്കുന്നതെന്നും ആ മുറി തിരിച്ചു പിടിക്കണമെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു. മധ്യപ്രദേശിലെ സത്നയിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഭാഗവതിന്റെ പരാമർശം. ഇനിയും സംഘർഷമുണ്ടായാൽ ഇന്ത്യയെ സ്വന്തം വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിടപ്പെടുമെന്ന പ്രകോപനപരമായ പ്രസ്താവനയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ്. ഇനിയൊരു ഏറ്റുമുട്ടലിന് സാഹചര്യമുണ്ടായാൽ പാകിസ്ഥാനെ ഭൂപടം തന്നെ മാറ്റേണ്ടിവരുമെന്ന ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പരാമർശത്തിന് മറുപടിയായാണ് പ്രതികരണം. ലോകഭൂപടത്തിൽ തങ്ങളുടെ സ്ഥാനം നിലനിർത്തണമെങ്കിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തണമെന്നും ഇന്ത്യൻ സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രകോപനപരമായ പ്രസ്താവന. ഗാസയിൽ ഹമാസിന്റെ തടവിലുള്ള എല്ലാ ബന്ദികളെയും വൈകാതെ മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപിന്റെ സമാധാന പദ്ധതി പ്രകാരം ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെയാണ് പ്രസ്താവന. എന്നാൽ ഹമാസിനെ സൈനികമായി നിരായുധീകരിക്കുമെന്നും ഗാസയെ ഭീഷണിയില്ലാത്ത മേഖലയാക്കുമെന്നും നെതന്യാഹു ആവർത്തിച്ചു. സമാധാന ചർച്ചകൾ തുടങ്ങുന്നതിന് മുന്നേ ഹമാസിന് അന്ത്യശാസനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഹമാസ് അധികാരമൊഴിയാൻ വിസമ്മതിച്ചാൽ അവരെ ഉന്മൂലനം ചെയ്യുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. ഗാസയിൽ നിന്നും ഹമാസ് സമ്പൂർണമായി അധികാരമൊഴിയണം, അല്ലാത്തപക്ഷം ഹമാസിനെ തുടച്ചു നീക്കും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. വനിതാ ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെ 88 റൺസിന് തകർത്ത് ഇന്ത്യ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 50 ഓവറിൽ 247 പുറത്തായി. മറുപടി ബാറ്റിംഗിനെത്തിയ പാകിസ്ഥാൻ 43 ഓവറിൽ 159 റൺസിന് എല്ലാവരും പുറത്തായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.